തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി വലിയ വിമർശനം നേരിട്ട സമയത്ത് അത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ നേതാക്കൾ ഇങ്ങനെ പോവില്ല എന്ന് വിമർശിച്ച സമയത്ത് എം.വി. ഗോവിന്ദൻ പറഞ്ഞൊരു മറുപടി ടി.കെ. ഗോവിന്ദന് തളിപ്പറമ്പിൽ UDF ഇത്തവണ വിജയിക്കുമെന്ന് അറിയാമായിരുന്നു. പാർട്ടി ഒരു സർവേ അതിനു മുമ്പ് നടത്തി. 87,000 വോട്ടാണ് LDFന് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1,17,000 വോട്ട് പാർട്ടിയുടെ എതിർവിഭാഗത്തിനുണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കമാണ്. പാർട്ടിക്കൊപ്പം നിന്ന സമയത്ത് തന്നെ സണ്ണി ജോസഫുമായും P.K. കുഞ്ഞാലിക്കുട്ടിയുമായും താങ്കൾ സംസാരിച്ചിരുന്നു, ഒരു വിശദീകരണം കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് M.V. ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുന്നത് തന്റെ ഭാര്യയുടെ പരാജയത്തിന് ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതാണ്. തളിപ്പുറം മണ്ഡലം ഉണ്ടായ കാലം മുതൽ LDF അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല. അവിടെ M.V. ഗോവിന്ദൻ മാഷ് MLA അവിടുന്ന് മത്സരിക്കുന്ന അടുത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 92,000 ചില്ലറ വോട്ടാണ്. ആ 92,000 വോട്ട് എവിടെ പോയി? UDFന്റെ വോട്ടാണോ അത്? അദ്ദേഹത്തിന് കറകളഞ്ഞ LDF വോട്ടല്ലേ കിട്ടിയത്. M.V. ഗോവിന്ദൻ മാഷക്ക് ഒരു UDF വോട്ടും കിട്ടില്ല. LDFന്റെ വോട്ടല്ലേ കിട്ടിയത്. 92,000 വോട്ട് കിട്ടിയിട്ടില്ലേ? ആ വോട്ട് ഇന്ന് എത്രയായി ചുരുങ്ങി? അവിടെയല്ലേ കാണേണ്ടത്. അത് 78,000 ചുരുങ്ങിയില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നത് പരാജയത്തിൽ നിന്ന് ജാള്യത മറച്ചു വെക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ആ സർവേയെക്കുറിച്ച് താങ്കൾക്ക് ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർവേയുടെ കാര്യം പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു സർവേ ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ അങ്ങനെ ഒരു സർവേ അദ്ദേഹം നടത്തിയ രഹസ്യത്തിന് എനിക്കറിയില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരു സർവേ ഒന്നും നടത്തിയിട്ടില്ല. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 13,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. അതുകൊണ്ട് പലർക്കും നടക്കാതൊക്കെ ഉണ്ട്. എന്തായാലും അതിലേറെ ഭൂരിപക്ഷം വരും. 22,000 വോട്ട് ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് തളിപ്പുറം മണ്ഡലത്തിൽ ഈ ജനവിധി ഉണ്ടായിട്ടുള്ളത്. മാഷ് എങ്ങനെയാണ് പറയുന്നത് ആന്തൂരിൽ എങ്ങനെ 8,000 ചില്ലറ വോട്ടായി ചുരുങ്ങിയത്? അത് അദ്ദേഹം മറുപടി പറയണ്ടേ. പരിയാരത്ത് എങ്ങനെയാണ് 1,700 വോട്ടായി ഭൂരിപക്ഷം കിട്ടിയത്? ഇതുവരെയുള്ള പരിയാരം പഞ്ചായത്ത് പാർട്ടിന്റെ നേതൃത്വം ഇപ്പോഴും പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തല്ലേ. കുറുമാത്തൂർ പഞ്ചായത്ത് മാഷ് മറുപടി പറയട്ടെ. കുറുമാത്തൂർ പഞ്ചായത്ത് 2,700 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയല്ലോ. കുറുമാത്തൂർ പഞ്ചായത്ത് പാർട്ടിയുടെ പഞ്ചായത്തല്ലേ. മലപ്പട്ടം പഞ്ചായത്ത് ഇവർ വലിയ മലപ്പട്ടം പാർട്ടിയുടെ ഏറ്റവും വലിയ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് മലപ്പട്ടം. എത്രയാ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം മാഷൊന്ന് പരിശോധിക്കട്ടെ. 600 വോട്ടാണ്. 600 വോട്ട്. മയ്യിൽ പഞ്ചായത്ത് 21 വാർഡുള്ള മയ്യിൽ പഞ്ചായത്ത് വറാക്കലിന്റെയും അതുപോലെ തന്നെ കണ്ടക്കയുടെയും കൈരളത്തിന്റെയും സമരപാരമ്പര്യമുള്ള മയ്യിൽ പഞ്ചായത്തിൽ അതായത് എനിക്ക് LDF സ്ഥാനാർത്ഥിയും എനിക്കും തമ്മിലുള്ള വ്യത്യാസം കേവലം 700 വോട്ടാണ്. അത് മാഷൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പറയട്ടെ അത് ജയിക്കുമെന്ന് കരുതിയിരുന്നു.